ബേബിച്ചേട്ടാ. ആ നീ നേരത്തെ എത്തിയോ? ആ 10 മിനിറ്റായി. എന്നാ പറയാനാ, ഇന്നലത്തെ പരിപ്പേറി ചതിച്ചെന്നേ. എന്തൊരു കൊതുകാണോ. നാളെ മുതൽ കൊതുകേരി കത്തിച്ചിരിക്കേണ്ടി വരുമല്ലോ. ഒന്ന് വേഗം ആകട്ടടാ, വെളുക്ക് മുമ്പ് വെട്ടി തീരാനുള്ളതാ. വെട്ടാൻ പോകുമ്പോൾ വെളിക്കിരിക്കുന്ന സുഖം ഒന്ന് വേറെയാ ബേബിച്ചേട്ടാ. ഇന്നലത്തെ പരിപ്പേറി ശകല ഇരിപ്പുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? ഒന്ന് പോടാ. നിക്ക് ബേബിച്ചേട്ടാ, 2 ചേമ്പലഞ്ഞിട്ട് നല്ല ചൊറിയണും പറിച്ച് തേച്ചു പാടാ. ബേബിച്ചേട്ടാ, നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ എന്നതാടാ? നിങ്ങൾ അന്ന് ടൗണിലെ സിനിമാക്കാർ വന്നപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് അഭിനയിച്ചില്ലായിരുന്നു? അതെന്തായി? ആ പടം വല്ലതും റിലീസ് ആയായിരുന്നോ? ഓ പടം ഇറങ്ങിയടാ, പക്ഷെ ഞാനതിലില്ല. ആണോ? പിന്നെ നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഒന്നാമത് പിള്ളേർക്ക് പിടിക്കുന്നില്ല ഞാൻ ഈ സിനിമാ പരാന്തായിട്ട് നടക്കുന്നത്. അവർക്ക് കുറച്ചില്ലാന്നേ. പോകാൻ പറയൂ ചേട്ടാ. ഒന്നും അല്ലെങ്കിൽ നിങ്ങളൊരു നാടക നടനല്ലേ. അഭിമാനമാണ് ബേബിച്ചേട്ടാ നിങ്ങളെപ്പോലുള്ള ഒരു കലാകാരൻ ഈ നാടിന്. എടാ ഉവേ, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് തന്നെ എനിക്കിട്ട് നീ റബ്ബർ വെട്ടിയാ മതി, എന്നെ വെട്ടാൻ നിൽക്കല്ലേ. അത് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ സാരയില്ല. നീ ബേബിച്ചേട്ടാ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇത്രയും കാലം നിങ്ങൾ പിള്ളേർക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജീവിക്കേ. അവസരങ്ങൾ വരും ബേബിച്ചേട്ടാ. മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? പിന്നല്ലാതെ. അയ്യോ. ആ രാജൻ സാറേ പറഞ്ഞോ. ആ ശരി ശരി ഓക്കെ. അപ്പോൾ തൊഴിൽ ആടുവട്ടായിരിക്കും. ഇല്ല, ആട് വെട്ടില്ല. ആടിന്റെ ചങ്കിലെ ചോര ഓടിക്കും. അതാണ് എന്റെ ആരോഗ്യ രഹസ്യം, എന്റെ ജീവൻ ഷോൺ. ബേബി എത്തിയോ? ഞാൻ വിളിപ്പിച്ച എന്താണെന്ന് വെച്ചാ അടുത്ത ബുധനാഴ്ച അപ്പന്റെ ആണ്ട മേഴ്സിയും ഞാനും കൂടെ പിള്ളേരുടെ അടുത്തേക്ക് ഒന്ന് പോകും. അന്ന് രാവിലെ പള്ളിക്കലേക്കായിരിക്കും ഞങ്ങൾ വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നീ പോയി ആ കല്ലറയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം. മൊത്തം കാട് പിടിച്ച് കിടക്കുക. എന്നാ നീ നിക്ക്, ഞാനിപ്പം വരാം. ഇതിരിക്കട്ടെ, കുറവുണ്ടേ പറഞ്ഞാ മതി. നിന്റെ പേര് ഞാൻ മുറിച്ചില്ലെങ്കിൽ സോമൻ കാത്തിയൂര് നിനക്ക് ക്ഷവരം ചെയ്യും. ഉറപ്പിക്കാമോ? സോമൻ മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമൻ പിള്ളയ്ക്ക് പരിമലച്ചെരുവിലെ കടിപ്പുര വീട്ടിൽ
രാവിലെ തന്നെ അറിയില്ല. മോനെ നീ രാവിലെ ഒരു സാധനം ഒപ്പിച്ചല്ല. ഞാൻ രാഘവന്റെ അടുത്തൊരു കാലിച്ചായ എടുക്കണ കേസാ പറഞ്ഞു. വേണേ പോരാ. തരുന്ന ആ ചായക്ക് ചായ മാറി. ഇത് ഓണാവുന്നില്ലല്ലോടാ. ഓ അങ്ങോട്ട് തിരിച്ചു കൊടുക്കത്. പൂമ്പാറ്റയ്ക്ക് പഴയ പോലെ ഒരു പൊളിയില്ലല്ലോ. നിന്റെ ഭാഗ്യം ഇറങ്ങി തള്ളി. ഹലോ, എന്താടി? ഏ കഴിഞ്ഞ ആഴ്ചയല്ലേ എല്ലാം മേടിച്ചേ? ആ നോക്കട്ടെ, ഒട്ടുപാലിൻ്റെ പൈസ ഇട്ട് ഞാൻ മേടിക്കാം. പിന്നെ ആ കോഴി ഒന്ന് ശ്രദ്ധിച്ചോളണം. കീരിയുടെ ശല്യം കൂടിയിട്ടുണ്ട്. കുഞ്ഞുമോൻ്റെ 2 കോഴിയാണ് കൊണ്ടുപോയത്. ആ ആ ശരി എന്നാ. എന്നാ ചൂടാ രാഘവേട്ടാ, ഒരു കാപ്പി കൊടുത്തോ. നിന്റെ സിനിമ വരാത്തൊന്നും മാറിയില്ലടാ. ഇങ്ങനെ ചിട്ടില്ല രാഘവ നീ വലിച്ചിരി ഹോർലിക്സ് ഇട്ടോട്. ക്ഷീണമൊന്ന് മാറട്ടെ. രാവിലെ ചൊറിയാൻ പോയിരിക്കുന്നില്ല രാഘവേട്ടായി. ഷിബുവേ നീ മാറിക്കൂടാ. അമ്മമാർക്കൂടെ ചായ കൊടുത്തോളാം. നോക്കടാ, ഒട്ടുപാലിന്റെ പൈസ കിട്ടിയായിരുന്നു. ആ കിട്ടിയായിരുന്നു. ദാ. ആ കുഞ്ഞുമോനെ ഇത് വെച്ചോ. ഷിബുവേ ഒരു ചായ ഇങ്ങെടുത്തു. ഓ രാവിലെ തന്നെ എത്തിയോ? വല്ല പണിക്കും പോവാൻ മേലായിരുന്നോ? ഓ ഇവനാണല്ലോ തൊഴിലുറപ്പ്. പണിയെടുത്ത് ക്ഷീണിച്ചു. പറ്റി തരാതെ പറ്റുന്നേ ഈ വാടകയായി കുടിച്ചാൽ മതി. കടമൊക്കെ കുറയാലും മക്കളെ, ആ ലോട്ടറി അടിക്കുമ്പോൾ എന്നെ കൊടുത്ത് പരിഗണിച്ചേക്കണം. അതെന്നാ ചോദ്യം രാഘവേട്ടാ ചോദിക്കുന്നത്? ഈ ലോട്ടറി വല്ല അടിച്ചാൽ നാളെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് പണിയും. വെറും റെസ്റ്റോറൻ്റ് അല്ല, നല്ല ചൈനീസ് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. ആരും ഇവിടെ തികച്ചു ഇവിടെ ചായ കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരുടെ റെസ്റ്റോറൻറ്റ് പോടാവി. ഇതുമല്ല അടിക്കൂടെ? നീ നോക്കണേ. ആ കൊള്ളാം. അങ്ങനെ വെള്ളത്തിന്റെ ചവയല്ലേട്ടാ ചായക്കും. ഓ സാരമൊക്കെ നീ അങ്ങ് കുടിച്ചു. ഇതാണല്ലേ പറ്റുകൂടുന്നോടും ചായ മട്ട് പാടുന്ന പറയണം. ചേട്ടാ, നമ്മുടെ പള്ളിമുക്കിന് അവിടെ സിനിമാക്കാർ വന്നറിഞ്ഞില്ലേ നിങ്ങൾ? ഉള്ളതാണോ? ആ ഞാൻ ഓർത്ത് നിങ്ങൾ അറിഞ്ഞ. അങ്ങനെയാണെങ്കിൽ ബേബിച്ചേട്ടാ ഒന്നും നോക്കണ്ട, നിങ്ങൾ പോയി ഒരു ചാൻസ് ചോദിക്കേ. ഓടിച്ചല്ലേ വല്ല വഴിപോക്കരായിട്ടാണേലേ കിട്ടും. എന്റെ കേളപ്പെട്ട നിങ്ങളുടെ ഈ ചൊറിഞ്ഞ നാക്കൊന്ന് അകത്തിട്. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴാ. നീ ഒന്ന് ഓടാതെ അറി. ഇവനെ ഒരു തുണ്ടുപടത്തിലും കണ്ടിട്ട് എനിക്കൊന്ന് ചത്താ മതി. നീ പോവാണോ? ബേബിച്ചേട്ടാ അവൻ പോട്ടറാ.
ഹലോ ആ കുഞ്ഞുമോനെ, ഞാൻ ഷൂട്ടിങ്ങുകാർ പോണതിന് മുന്നേ അവിടെ ചാൻസ് ചോദിച്ചു നോക്കാം, എന്നിട്ട് വിളിക്കാവേ. ആ ആ ശരി. ആ വാട്ടച്ചേരി ചോമ ഇതൊരിക്കും പോയില്ലല്ലോടാ. പറ്റോടക്കാതെ പറ്റിച്ചിട്ട് ചായല്ലേ, അപ്പൊ അത്രക്ക് പ്രതീക്ഷ കേട്ടോ. ഓ നീ പെട്ടെന്നല്ലേ മെനു ചേച്ചി കടയിലോട്ട് വിട്ടെ. ഓ ഓ ഏഴിമല പൂഞ്ചോല എങ്ങോട്ടാ മനുഷ്യ ഇത്ര ഒരുങ്ങി കെട്ടി? വല്ല പെണ്ണ് കാണാനുള്ള പരിപാടി വല്ലോ ആണോ? അതേടി, കൊള്ളാവുന്നൊരെണ്ണത്തെ കിട്ടിയാലോ. പണ്ടൊരെണ്ണത്തെ കണ്ടതിന്റെ ക്ഷീണവും മാറ്റാം. എങ്ങനെയുണ്ട്? അയ്യടാ, അതെ നേരത്തെ കാലത്ത് വീട്ടിൽ വന്നേക്കണം. ചവിട്ട് വിട്ട് 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 വിട്ട്. ആ കാണുന്നുണ്ട്. അമ്മച്ചി ഇത് നോക്കിയിട്ട് ഒരു 500 എടുത്തേ. ഹൈ. നിന്നെ ഞാൻ കണ്ടപ്പോ ആ, ഓക്കേ. ആ, തല കുറച്ച് കപ്പ എടുത്താലോ. പോടാ, ഇത് മൊത്തം പുട്ടടിക്കാതാ. നീ പെട്ടെന്ന് നിക്കരെ കടയിലോട്ട് വിട്. പയ്യെ കേരള പന്നി. ഇന്ന് മൊത്തം ബിരിയാണി തിന്നണം. എന്റെടാ ഇതില് വേഗം നടന്നു പോണായിരുന്നു. ശരിക്കും നിർത്ത് നിർത്ത്, മുന്നോട്ട് വന്നിട്ട്. എന്താടാ ലൈസൻസ് ഒക്കെ ഉണ്ടോ? എല്ലാം കൊടുക്കും. എന്തോന്നടേ ഞാൻ കിടക്കുന്നേ? ഇതൊക്കെ എന്നാ ഇത്? എന്ന് ശരിയാക്കാന്ന്? ഇന്ന് ശരിയാക്കണം കേട്ടോ. ഇങ്ങോട്ട് ഒതുക്കാൻ. എന്താടാ അങ്ങനെ ഒരു മുറുക്കൊന്നും ഇല്ലേ? അവിടെ വരെ പോയി സാറേ. ഇങ്ങോട്ട് വാടാ സാറേ, ഹെൽമറ്റുള്ള 2 ഇറങ്ങിയിട്ടുണ്ട്. സാറിന്റെ അടുക്കലോട്ട് വഴിയൊക്കെ മാറിക്കടാ, സൈഡിലോട്ട് ഇങ്ങോട്ട് മാറി. എന്തോടാ ഹെൽമെറ്റ് ഒന്നും ഇല്ലേ? സാറേ ഹെൽമെറ്റ് എടുക്കാൻ പോയി സാറേ. ഉണ്ടാകത്തടാ പോവാ വളച്ചില്. സാറേ ഇപ്പൊ ഹെൽമെറ്റ് ഒഴിവാക്കും സാർ. എന്താ പേര്? സാറേ രമേശിനെ എഴുതിക്കോ സാറേ. വീട്ടുപേരനാ? അത് ഇഷ്ടം എഴുതിക്കോ സാറേ, ഇഷ്ടം എഴുതിക്കോ. ഇൻഷുറൻസ് ഉണ്ടോ വണ്ടിക്ക്? നിന്ന് കളകളെ കളിക്കാതെ കാശൊന്നും എടാ നിന്നെയൊക്കെ ഒരു പണി വെച്ച് എന്നെ വേണം പറയാൻ. സാധനം ഒപ്പിക്കാതെ ആ ഡയറക്ടർ ആണെന്ന് പറഞ്ഞ് സെറ്റിലേക്ക് എന്നെ എല്ലാം ഇട്ട് പൊരിക്കത്തില്ലേ? പോരാത്തന്നെ ആ ഡയറക്ടറാണ് കൊടുക്കുന്ന ചൂടനും. എനിക്കൊന്നും അറിയണ്ട, നീ ഏത് കൊണ്ടുവന്നാണെന്നുള്ള സാധനമായിട്ട് സെറ്റിൽ വന്നിരിക്കണം. പറഞ്ഞ് മനസ്സിലായല്ലോ? ഓ ഇവരെ കൂടി എന്നെ പണി തെറിപ്പിച്ച് അടങ്ങുള്ളൂ. സാധനം കിട്ടിയാൽ മതിയായിരുന്നു. സാറേ സാറേ സാറേ, ഡയറക്ടർ വിളിക്കുന്നു. എനിക്ക് പറ്റിയ എന്തെങ്കിലും വേഷമുണ്ടോ സാറേ? നാടകം ചെയ്ത പരിചയമൊക്കെ ഉണ്ട് സാറേ. സാർ ആ ഡയറക്ടർ. ഹലോ സാർ. ഓക്കെ സാർ. നോക്കുന്നുണ്ട് സാർ, നോക്കുന്നുണ്ട്. ശരി സാർ. ഓ എന്താന്നറിയ കൊണ്ടുപോ. സാറേ സാറേ, എൻ്റെ പൊന്ന് ചേട്ടാ, ഇവിടെ എൻ്റെ പണി തീർക്കാനായിട്ടിരിക്കുക. അപ്പോഴാണ് ചേട്ടൻ്റെ ഒരു ചാൻസ്. സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ഞാൻ ഈ സിനിമയുടെ മെയിൻ ഡയറക്ടർ അല്ല, ആർട്ട് ഡയറക്ടറാണ്. ഡോ ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുക. ചേട്ടാ ഇങ്ങനെ പറയട്ടെ.
രാഹുലേ, നീ ആ ട്രിവാണ്ടത്തിൽ വിളിച്ചിട്ട് ബഷീറിനെ വിളിച്ചിട്ട് പറഞ്ഞ സാധനം കൊണ്ടുവരാൻ പറ. ഇന്ന് തന്നെ സാധനം കിട്ടിയിരിക്കണം. ഓക്കെ സാർ, ഇപ്പോൾ പറഞ്ഞേക്കാം. ചേട്ടാ ഒന്നും വിചാരിക്കല്ലേ, പുള്ളി നല്ല പ്രഷർ നിൽക്കുക. നാളത്തെ ഷൂട്ടിനുള്ളൊരു സാധനം കിട്ടാതെ എൻ്റെ ദേഷ്യത്തിലാണ് പുള്ളി. ചേട്ടൻ പോയിട്ട് പിന്നെ വാ. മോനെ, മോൻ്റെ നമ്പർ ഒന്ന് തരാമോ? ഞാൻ വിളിച്ചോളാം. ഓക്കെ, നോട്ട് ചെയ്തോ. 98 46 28 28 66. എന്നാ ഓക്കെ. എന്ത് പണിയാണ് കാണിച്ചേ? ആദ്യമായിട്ട് ലോട്ടറി അടിച്ചു, അതാ അമ്മ അണ്ണായിക്കൊണ്ട് തള്ളിയപ്പോൾ സമാധാനമായല്ല. ആടാ ഇല്ലേ, കാണായിരുന്നു. ഇൻഷുറൻസും ഇല്ലാത്ത നമ്മുടെ ഉമ്മറ്റയ്ക്ക് അമ്മ 2000 രൂപ പെറ്റടിച്ചു തന്നേനെ. ഇതപ്പോൾ 500 ഒതുങ്ങിയതേ. ഭാഗ്യം എന്ന് വിചാരിച്ചത്. ദൈവമേ, ആറ്റുപറ്റി കഴിക്കാൻ വെച്ചിരുന്ന ബിരിയാണി വല്ലവൻ്റെ വായി പോയല്ലോ. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. അവിടെ തൊലിഞ്ഞ ഒരു മോതം വെച്ചോടാ. നിന്റെ മോത്ത് ആര് നോക്കൂടാ? ടെമ്പിളാരെങ്ങനെ നോക്കൂ? ഇങ്ങനെ നശിച്ച നാറി. നീ ഷണ്ടനാടാ. ഷണ്ടൻ, പരമച്ചറ്റ ഷണ്ടൻ. നീ എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും. അത് പോട്ടളിയാ. നമുക്ക് രാത്രി നമ്മളെ മിലിറ്ററി പാപ്പച്ചൻ്റെ ചെറിയ സാധനമൊക്കെ വാങ്ങി സെറ്റ് ചെയ്യാന്ന്. വാ പോവാ. വാ. കോപ്പ് അടിക്കണ കാര്യം പറയുമ്പോൾ തന്നെ കാലം നിലത്തുറങ്ങിയുള്ള. ഹലോ. ഹലോ. ആ മോനെ, ബേബിയാണേ. ചേട്ടാ പറ. എന്തായി? അത് ചേട്ടാ, നാളെ ഞാൻ വന്ന ചാൻസ് കിട്ടില്ലേ? അത് പിന്നെ ചേട്ടാ നമ്മുടെ ആ സാധനം കിട്ടിയില്ല. ആണോ? എന്നാ സാധനം മോനെ? ഹലോ. ആ മോനെ, സാധനം കിട്ടി. പിന്നെ ചാൻസ് കിട്ടല്ലോ അല്ലേ? ഒരു തീരാമോഹം തോരാ കാലത്തും